ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോയുടെ സ്നേഹത്തിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഈ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധനായ പിതാവിൻ്റെ സ്നേഹ സാന്നിധ്യം മക്കളായ നമുക്ക് എപ്പോഴും അനുഭവിക്കാൻ സാധിക്കുമാറാകട്ടെ. പുത്രൻ്റെ വലിയ രക്ഷയുടെ അനുഭവം അനുദിന ജീവിതത്തിൽ സംഭവിക്കുവാനും അനുഭവിക്കുവാനുമുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ പരിശുദ്ധാത്മാവ് നിരന്തരമായി നമ്മെ നയിക്കുന്നതും ഭരിക്കുന്നതും നിയന്ത്രിക്കുന്നതും അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണമായി വിട്ടുകൊടുത്ത പരിശുദ്ധാമ്മ നിരന്തരമായി നമുക്ക് മാധ്യസ്ഥം വഹിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ വന്ന രക്ഷയുടെ അനുഭവം ലോകത്തെല്ലാ മനുഷ്യരും അനുഭവിക്കാൻ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈ വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ വ്യക്തികളും അനുഗ്രഹിക്കപ്പെടുവാൻ അവർക്കെല്ലാം പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം ലഭിക്കുവാൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അസീസിലെ വിശുദ്ധ ഫ്രാൻസിസെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ക്ലാരയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ പാതിരെ പിയോയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അൽഫോൻസാമെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയമുള്ളവരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊളോസ്യർക്കെഴുതിയ ലേഖനത്തിലെ 1-ാം അധ്യായത്തിലെ 27-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഈ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് തന്നെ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ രഹസ്യം കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണെന്ന് നമുക്ക് ഓർക്കാം. എന്നെ ശ്രമിക്കുന്ന നിങ്ങളുടെ അടുക്കൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നോക്കി സ്നേഹപൂർവ്വം ആശംസിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിലെ 13 മുതലുള്ള തിരുവചനത്തിൽ നമ്മൾ ഭോഷനായ ധനികൻ എന്ന് പറയുന്ന ഒരു ഉപമ കേൾക്കുന്നുണ്ട്. അതിന് 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്, അതിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെയാണ് നമ്മൾ വായിക്കുക, ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവനും. അപ്പോൾ ദൈവസന്നിധിയിൽ സമ്പാദ്യമില്ലാതെ സ്വന്തം കാര്യത്തിന് വേണ്ടി സമ്പാദിക്കുന്നവൻ്റെ അവസ്ഥ, അവനെ കർത്താവ് വിളിക്കുന്ന പേരാണ് ഭോഷൻ, മണ്ടത്തരം കാണിക്കുന്നവൻ. അപ്പോൾ അതുകൊണ്ട് ചോദ്യം ഇതാണ്, എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയാണ് സമ്പാദ്യം? നമ്മുടെ സമ്പാദ്യം എവിടെയാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്? എത്രമാത്രം ദൈവസന്നിധിയിൽ സമ്പാദ്യം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, പരിശ്രമിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്? നമ്മളൊക്കെ സ്ഥലത്തിൻ്റെ വിസ്തൃതി കൂട്ടാൻ ആഗ്രഹിക്കുന്നവർ, ജോലിയുടെ സ്വഭാവം വലുതാക്കാൻ ആഗ്രഹിക്കുന്നവർ, ബിസിനസ്സിൻ്റെ ശൃംഖല വിസ്തൃതമാക്കാൻ ശ്രമിക്കുന്നവർ, അധികാര ശ്രേണി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നവർ, ഇങ്ങനെ ലോകത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം വളർച്ചയുണ്ടാകുവാനും അവിടെയെല്ലാം നമുക്ക് ഉയരുവാനും നമ്മൾ നിരന്തരമായി ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് ചോദിച്ചതുപോലെ ദൈവസന്നിധിയിൽ എന്ത് സമ്പാദ്യമുണ്ട്? മാർച്ച് മാസം 31 സാധാരണ കണക്കെടുപ്പെന്നൊക്കെ പറയാറുണ്ട്, ഓഡിറ്റിങ്ങിന് വേണ്ടി. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ വർഷവും ഓരോ ദിവസവും കണക്കെടുപ്പ് നടക്കുമ്പോൾ എത്രമാത്രം നമ്മുടെ സമ്പാദ്യം, അസറ്റ് ദൈവസന്നിധിയിൽ വർദ്ധിച്ചിട്ടുണ്ട്? ഇങ്ങനെ ദൈവത്തിൻ്റെ മുമ്പിൽ ആസ്തി വർദ്ധിപ്പിക്കുവാൻ നമുക്ക് സമയമില്ല. നമ്മൾ തിരക്ക് പിടിച്ച് നടക്കുകയാണ്. ഉപമയിലെ ഭോഷൻ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെയാണ് ഞാനും നിങ്ങളും അനുദിന ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അവൻ്റെ സമ്പത്ത് കൂടുന്നതനുസരിച്ച് അവനവൻ്റെ അറപ്പുരകൾ വലുതാക്കി അവൻ്റെ ജീവിതത്തെ മുഴുവനും അത് വിഴുങ്ങുന്ന രീതിയിൽ അവൻ്റെ അറപ്പുര വർദ്ധിപ്പിച്ചു വലുതാക്കിയെന്ന് വേണം നമ്മൾ മനസ്സിലാക്കുവാൻ വേണ്ടി. അപ്പം ഇങ്ങനെ ജീവിതത്തിൽ ദൈവീയ കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു സമ്പാദ്യം നേടാതെ ഇത്തരത്തിൽ ഈ ധനികനെ പോലെ ജീവിക്കുന്ന സ്വഭാവം പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ട്. 12-ാം അധ്യായത്തിൽ 19-ാമത്തെ വാക്യത്തിലും പറയുകയാണ്, അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും, ആത്മാവേ അനേക വർഷത്തേക്ക് വേണ്ടിയ വിഭവങ്ങൾ. അപ്പോൾ ആത്മാവ് എന്ന് പറയുന്നത് തിന്നാനും കുടിക്കാനുള്ളതാണ്. ഇതാ മണ്ടത്തരം എന്ന് പറയുന്നത്. ആത്മാവിൻ്റെ വിലയെന്ത്, ആത്മാവിൻ്റെ സ്ഥാനമെന്ത്, ആത്മാവ് എന്താണെന്ന് അറിയത്തില്ലാത്തവൻ സാധാരണ ഭക്ഷണ സാധനങ്ങളും പാനീയങ്ങളും ഒക്കെ കഴിച്ച് സുഖമാനായി ജീവിക്കുന്നത് പോലെയാണ് എന്ന് കരുതി ആത്മാവിനോട് പറയാം, നീയും തിന്ന് സുഖിച്ച് ജീവിച്ചോളാം. ശരീരവും ആത്മാവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. നന്മയും തിന്മയും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അധ്വാനിക്കാത്തതും അധ്വാനിച്ചതും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ആത്മാവിൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥയിലേക്ക് തരം താഴ്ത്തുന്ന മനുഷ്യനാണ് ഭോഷനായ ധനികൻ എന്ന് പറയുന്നത്. അപ്പം ആത്മാവിൻ്റെ ആനന്ദം ശരീരത്തിൻ്റെ പോലെയാണെന്ന് തെറ്റിദ്ധരിക്കുന്നവരും ആത്മാവിൻ്റെ വില മനസ്സിലാക്കാത്തവരും ശരീരത്തിനു വേണ്ടി മാത്രം, ശാരീരികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം, ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അറപ്പുരകൾ വലുതാക്കി അധ്വാനിച്ച് ജീവിക്കുന്നവർ ഭോഷത്വമാണ് ഇന്നും ചരിത്രത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ ഒത്തിരി സമ്പത്തുണ്ടായാൽ സന്തോഷം കിട്ടുമെന്നുള്ള മൗഢ്യത്തിലാണ് മനുഷ്യർ കഴിയുന്നത്. അതുകൊണ്ട് ഏത് വിധേനയും സമ്പത്തുണ്ടാക്കുക, തട്ടിച്ചാണെങ്കിലും വെട്ടിച്ചാണെങ്കിലും ജീവിച്ചാൽ മതി, കുറേ സമ്പത്തുണ്ടായാൽ മതി എന്ന് ചിന്തിക്കുന്ന മനുഷ്യന് ദൈവിക മൂല്യങ്ങൾ പോയിട്ട് സാമാന്യ മാനുഷിക മൂല്യങ്ങൾ പോലും പരിഗണിക്കാതെ പോകുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ 27 മുതൽ തിരുവചനത്തിൽ കർത്താവ് ഇങ്ങനെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കൂട്ടിൽ പക്ഷികളെ എന്ന പോലെ അവരുടെ ഭവനങ്ങളിൽ വഞ്ചന നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ അവർ വമ്പന്മാരും പണക്കാരുമായി. അവർ തടിച്ചു കൊഴുത്തു. അവരുടെ ദുഷ്ടതയ്ക്ക് അതിരില്ല. അവരുടെ വിധികൾ നീതിയുക്തമല്ല. അനാഥർക്ക് വേണ്ടി അവർ നിലകൊള്ളുന്നില്ല. ദരിദ്രരുടെ അവകാശം സംരക്ഷിക്കുന്നില്ല. ഈ പ്രവൃത്തികൾക്ക് അവരെ ഞാൻ ശിക്ഷിക്കേണ്ടതല്ലേ. അപ്പോൾ അന്ന് ഇന്നും മനുഷ്യൻ്റെ മനോഭാവം ഒന്നു തന്നെയാണ്. ഒരേ വിഡ്ഢിത്തരം മനുഷ്യൻ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സമ്പാദിക്കുക, അത് വഞ്ചിച്ചാണെങ്കിലും കള്ളത്തരം കാണിച്ചാണെങ്കിലും ചതിയിൽപ്പെടുത്തിയാണെങ്കിലും സമ്പാദിച്ചാൽ മതി എന്നുള്ള ആ ഒരു ദുസ്വഭാവം, ദുഷ്ടപ്രവർത്തികൾ കർത്താവ് പറയുകയാണ്, തീർച്ചയായിട്ടും ഞാൻ അവരെ ശിക്ഷിച്ചിരിക്കുമെന്ന്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഭോഷനായ മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ നമ്മളും ഒരുപക്ഷെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. കർത്താവായ ഈശോ ഒരിക്കലും പറഞ്ഞില്ല നീതിരഹിതനായ ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന്. കർത്താവ് പറഞ്ഞത് ധനവാന്മാർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്നുള്ളതാണ്. സത്യസന്ധതയിലും നീതിബോധത്തിൽ ജീവിക്കുന്ന മനുഷ്യന് ഇങ്ങനെ പെട്ടെന്നൊന്നും ഒത്തിരി സമ്പത്തുണ്ടാക്കാൻ ശേഖരിക്കാൻ പറ്റുകയില്ല. അവകാശപ്പെട്ടതും അർഹതപ്പെട്ടതും കൊടുത്തും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തും ജീവിക്കുന്നൊരു മനുഷ്യന് ഇങ്ങനെ സമ്പത്ത് വാരിക്കൂട്ടാൻ സാധിക്കുകയൊന്നുമില്ല. ഇന്നൊത്തിരി സമ്പത്തുണ്ട്, ഇന്നൊത്തിരി നല്ല പ്രവൃത്തി ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നവരുടെ ജീവിതത്തിലും അവരെങ്ങനെ സമ്പാദിച്ച് തുടങ്ങി എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. എനിക്കിത് സമ്പത്തുണ്ട്, ഇന്ന് ഞാൻ എല്ലാ കാര്യങ്ങളും നീതിയോടെ ചെയ്യുന്നു, എന്നാൽ എൻ്റെ ആരംഭത്തിൽ ഞാൻ ഏത് മനോഭാവത്തോടെ, എത്ര സത്യസന്ധതയോടെ, എത്ര നീതിബോധത്തോടെയാണ് അധ്വാനിച്ചത്, സമ്പാദിച്ചത് എന്ന് ആത്മശോധന ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഈ വീഴ്ചയെക്കുറിച്ച് നമ്മളെപ്പോഴും ജാഗ്രതയുള്ളവരായിരിക്കണം. മലയാളി ബംഗാളിയെ കാണുന്നത് എന്തിനാണ്? ബംഗാളിയെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് എന്തിനാണ്? അറബി എന്തുകൊണ്ടാണ് മലയാളിയെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ, സമ്പന്ന രാജ്യങ്ങൾ, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാരെ പണിയെടുപ്പിക്കുന്നത്? ഒറ്റ കാര്യമേ ഉള്ളൂ, കുറഞ്ഞ കൂലിയും വലിയ ലാഭവും. അതുതന്നെയാണ്, കുറഞ്ഞ കൂലിക്ക് വലിയ ലാഭമുണ്ടാക്കുക എന്ന് പറഞ്ഞ ചിന്ത കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഇന്ന് ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ രീതിയിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ എങ്ങനെ സമ്പത്തുണ്ടാക്കുക? ഈ ഭോഷൻ്റെ അതേ മനസ്സ് തന്നെയാണ് നമ്മളും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്ഞിയായ സെമിരാമിസിൻ്റെ ശവക്കല്ലറയിൽ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്, ഏത് രാജാവിനെങ്കിലും പണം ആവശ്യമുണ്ടെങ്കിൽ
ഈ കല്ലറ തുറന്നു നോക്കുക. ഇങ്ങനെയാണ് ആ ശവക്കല്ലറ മേലെ എഴുതി വെച്ചത്. പിന്നീട് ദാരിയൂസ് രാജാവ് ഈ ശവക്കല്ലറ തുറന്നു. അപ്പോൾ അതിനകത്തൊരു കുറിപ്പ് കിട്ടി. അതിലെഴുതി ഇങ്ങനെയാണ്: ഒരു അത്യാഗ്രഹി അല്ലായിരുന്നെങ്കിൽ ഈ ശവക്കല്ലറ തുറക്കുമായിരുന്നില്ല. ഒരു അത്യാഗ്രഹിക്ക് മാത്രമേ ശവക്കല്ലറ തുറന്നു പോലും പണം ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹമുണ്ടാകുകയുള്ളൂ. നമ്മളൊക്കെ ഇത്തരത്തിലൊക്കെ പലപ്പോഴും ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നതാണ്. ഒരു ഹംഗേറിയൻ പഴമൊഴി പറയുന്ന പോലെ അത്യാഗ്രഹം അവസാനിക്കുന്നിടത്ത് സൗഭാഗ്യം ആരംഭിക്കുന്നു. എപ്പോഴാണോ എൻ്റെ അത്യാഗ്രഹ ചിന്തകൾ വിട്ടുപോകുന്നത് അപ്പോഴേ ജീവിതത്തിൽ സൗഭാഗ്യമുണ്ടാവുകയുള്ളൂ. ഈ ഭോഷനായ മനുഷ്യൻ പറയുന്ന പോലെ ഈ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന ആനന്ദമല്ല ആത്മാവിനും മനുഷ്യനും വേണ്ടത്, മറിച്ച് അത്യാഗ്രഹമില്ലാത്തപ്പോൾ അവൻ്റെ ഉള്ളിൽ തോന്നുന്ന സൗഭാഗ്യമാണ്. ഈ സൗഭാഗ്യമാണ് കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ദരിദ്രന്മാരെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞുകൊണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനും കൗൺസിലിങ്ങായിട്ട് വന്നു. അദ്ദേഹം വന്നപാടിനോട് ചോദിച്ചു, അച്ഛാ, എൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ ഭാര്യ വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുകയാണ്, അവൾക്കവിടെ ജോലി കിട്ടുമോ? മറുപടി പറയുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങളുടെ ഭാര്യ ഇപ്പോൾ വിദേശത്തേക്ക് പോകുന്നത്? നിങ്ങൾക്കിവിടെ അത്യാവശ്യം ജീവിക്കാനുള്ള ചുറ്റുപാടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, 10-12 ഏക്കർ സ്ഥലമുണ്ട് അച്ചോ, പക്ഷെ എന്നാലും അതൊന്നും പോരാ. ഞാൻ ചോദിച്ചു, പിന്നെ എന്തൊക്കെയാണ് വേണ്ടത്? ഒരു വലിയ വീട് പണിയണം, കൊള്ളാം. പിന്നെ എനിക്ക് റിസോർട്ട് പണിയെന്ന് ആഗ്രഹമുണ്ട്. 3 ചെറിയ കുട്ടികളാണ്. ഇപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദര, നിങ്ങൾക്ക് ഇപ്പം അത്യാവശ്യം ജീവിക്കാനൊക്കെ ഇപ്പോൾ ഇത് പോരെ, ഇനിയിപ്പം ഈ റിസോർട്ട് പണിയാനും വീട് പണിയാനൊക്കെ പോകണോ? അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു താല്പര്യമില്ലാതെ. ഞാൻ ചോദിച്ചു, ഇനിയിപ്പം നിങ്ങൾ ഭാര്യ വിദേശത്തേക്ക് പോയി, നിങ്ങളും വിദേശത്തേക്ക് പോയി, നിങ്ങൾ കുടുംബം മുഴുവൻ വിദേശത്തേക്ക് പോയി, കുറേ വർഷം ജോലിയെടുത്തു, നിങ്ങൾ 10-15 കോടി നിങ്ങൾ സമ്പാദിച്ചു, വലിയ വീടുകളും വില്ലകളും പണിതു, റിസോർട്ടുകൾ പണിതു, എന്നിട്ട് എന്ത് ചെയ്യാനാ? പിന്നെ പുള്ളിയൊന്നും മിണ്ടിയില്ല. ഞാനും നിങ്ങൾ ഈ പരക്കം പായുമ്പോൾ, ഞാനും നിങ്ങൾ ഈ ആർത്തി പണ്ടാരങ്ങളെപ്പോലെ ജീവിക്കുമ്പോൾ, ഇത് കിട്ടിയിട്ട് ഇത് ചെയ്തിട്ട് ഇനി എന്ത് എന്ന ചോദ്യത്തിന് പലപ്പോഴും ഉത്തരമില്ല. ആത്മാവിനെക്കുറിച്ചുള്ള ധാരണയുള്ളവർക്ക്, ആത്മാവിനെക്കുറിച്ച് ബോധമുള്ളവർക്ക് മാത്രമേ ഈ രണ്ടാമത് എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഉറപ്പ് തന്നെയാണ്. ഇപ്പോൾ ഈ ഭോഷനായ ഈ ധനികൻ്റെ സ്വഭാവം തന്നെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ആവർത്തിക്കപ്പെടുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഇപ്പം സമ്പത്ത് എനിക്കുള്ളത്, എൻ്റേത്, എനിക്ക് വേണം, ഇത്ര സ്വാർത്ഥനായി തീരുകയാണ്. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ സ്വാർത്ഥനാകുന്നത് ഒരു പരിധിവരെ സമ്പത്തിൻ്റെ കാര്യത്തിലാണ്. അത് ആരെങ്കിലും കൊടുക്കാനുള്ള മനസ്സില്ല, പങ്കുവെക്കാനുള്ള മനസ്സില്ല, തൃപ്തിപ്പെടാനുള്ള മനസ്സില്ല. നമ്മളിപ്പോഴും കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാനമെന്ന് വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ ആദ്യത്തെ കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. എല്ലാ തിന്മയുടെയും പിന്നിൽ ധനമോഹമുണ്ട്. അത് ഇന്നത്തെ ജീവിതത്തിലും ഇന്നത്തെ കാലഘട്ടത്തിലും സത്യം തന്നെയായിട്ട് ആവർത്തിക്കപ്പെടുകയാണ്. ഈ വലിയൊരു ആപത്തിനെക്കുറിച്ചാണ് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ കാലങ്ങളിലൊക്കെ പ്രബോധനം നൽകിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ ധനാസക്തി, മനുഷ്യൻ്റെ സുഖമോഹങ്ങൾ, അത് എല്ലാ അതിർവരമ്പുകളെയും ലംഘിച്ചുകൊണ്ട് ആഡംബരത്തിൻ്റെ മാത്രമല്ല, ആഘോഷത്തിൻ്റെ മാത്രമല്ല, അക്രമത്തിൻ്റെ വഴിയിലൂടെയൊക്കെ മനുഷ്യൻ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്, കൃഷി ചെയ്യുകയും വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്നത് ഒറ്റ കാര്യത്തിന് വേണ്ടി ലാഭമുണ്ടാക്കുക, കൂടുതൽ പണം സമ്പാദിക്കുക. അങ്ങനെയുള്ള ചില ഐഡിയോളജിയാണ് മാധ്യമങ്ങളുടെ മാത്രമല്ല നമ്മൾ പല രീതിയിലും ഈ ആളുകൾക്ക്, ഒരുപക്ഷെ നമുക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പരസ്യങ്ങളിൽ പോലും നമ്മൾ കാണുന്നുണ്ട്. ഉപയോഗിക്കുന്ന സാധനങ്ങളൊന്നും സാധാരണക്കാരൻ്റെതല്ല, വലിയ ആളുകൾ ഉപയോഗിക്കുന്നതാണ്. ഈ വലിയ ആളുകൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഞാൻ ഉപയോഗിച്ചാൽ ഞാൻ അതുപോലെ ആവുമോ? ഒരിക്കലും ആകില്ല എന്നുള്ള സ്വാഭാവിക ബുദ്ധി പോലും പലപ്പോഴും പ്രവർത്തിക്കുന്നില്ല. അതുപോലെ ആകാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ പോലെ ലൗകികത സുവിശേഷ ഭാഗ്യങ്ങളുടെ അരൂപിക്കും യേശുവിൻ്റെ അരൂപിക്കും എതിരാണ്. ഇപ്പോൾ ലൗകികത സുവിശേഷ ഭാഗ്യങ്ങൾക്കും യേശുവിൻ്റെ അരൂപിക്കും എതിരാണ്. അപ്പോൾ യേശുവിൻ്റെ അരൂപിയോട് അനുസരിച്ച് ജീവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പാണ്, അവർ ദാരിദ്ര്യത്തെയും ലളിത ജീവിതത്തെയും സ്വീകരിച്ചവരായിരിക്കണം. നിങ്ങളെല്ലാ ആത്മീയ ഗുരുക്കന്മാരും നോക്കുക. കത്തോലിക്ക സഭയിലുള്ളത് മാത്രമല്ല, മറ്റു മതങ്ങളിലുള്ള ആത്മീയ ആചാര്യന്മാർ, ദൈവാന്വേഷികൾ, യഥാർത്ഥ ദൈവാന്വേഷികൾ, ദൈവാനുഭവമുള്ളവർ, അവരിൽ കാണുന്ന ഒരു പ്രത്യേകത, അവർ ലളിത ജീവിതം നയിച്ചവരാണ്.
സമ്പത്തിൻ്റെയും സുഖസൗകര്യങ്ങളുടെ പുറകെ പോകാതിരിക്കുന്നവർക്ക് മാത്രമേ ഈ ദൈവാനുഭവം ഉണ്ടാകുകയുള്ളൂ എന്നുള്ളത് സത്യം തന്നെയാണ്. മലങ്കര സഭയുടെ ആരംഭകൻ എന്ന് പറയാവുന്ന മാർ യവനിയോസ് തിരുമേനി പറയാറുണ്ട്, ധാരാളം ഉണ്ടായാൽ ജാഗ്രത വേണം, അത് നാശത്തിലേക്ക് നയിക്കും. അതെന്തും അമിതമായാൽ മാത്രമല്ല, ധാരാളം ഉണ്ടായാൽ അത് നമ്മളെ നാശത്തിലേക്ക് നയിക്കുകയാണ്. സബർമതി നദിയിലേക്ക് ഇറങ്ങുന്ന മഹാത്മാഗാന്ധി ആ നദിയിൽ നിന്നും കയറി വരുമ്പോൾ ഒരു കിണ്ടിക്കകത്ത് വെള്ളം എടുത്തു. ആരോ ചോദിച്ചു, ഇത്ര കുറച്ച് വെള്ളം മതിയോ? ഉടനെ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ആവശ്യത്തിന് ഇത് മതി. ഇതൊഴുകുന്നത് ചരാചരങ്ങൾക്ക് വേണ്ടിയാണ്. എനിക്ക് മാത്രമല്ല വേണ്ടിയല്ല ഈ പുഴ ഒഴുകുന്നത്. എനിക്ക് വേണ്ടി മാത്രമല്ല ഈ വായു ഇവിടെ ക്രമീകരിക്കപ്പെട്ടത്. എനിക്ക് വേണ്ടി മാത്രമല്ല ഇവിടെ ഭക്ഷണ സാധനം ഒരുക്കിയിരിക്കുന്നത്. ഇത് ചരാചരങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളത്, മറ്റുള്ളവർ സ്വീകരിക്കേണ്ടത്, ഞാൻ വെട്ടിപ്പിടിക്കുന്നതിനെയും ഞാൻ സ്വന്തമാക്കി വെക്കുന്നതിനാണ് സ്വാർത്ഥത എന്ന് പറയുന്നത്, ഈ ബോഷൻ്റെ മണ്ടത്തരം എന്ന് പറയുന്നത്, ധനമോഹം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഒന്നും നമുക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി മാത്രമല്ല എന്ന് നമ്മൾ ചിന്തിക്കണം. അത് മറ്റുള്ളവർക്കും കൂടി പങ്കുവെക്കാനുള്ളതാണ്, ഒരുപക്ഷെ തലമുറകളോളം ഉപയോഗിക്കാനുള്ളതാണ്. അത് ഇന്ന് ലോകം ഒരുപക്ഷെ കുറച്ചൊക്കെ തിരിച്ച് ചിന്തിക്കൊണ്ടിരിക്കുക. ലൗദാത്തോ സി എന്ന് പറയുന്ന പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ വളരെ പ്രസിദ്ധമായ ചാക്രിക ലേഖനത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ക്രമീകരണത്തെക്കുറിച്ചും ഈ പ്രപഞ്ചത്തിലുള്ള സൃഷ്ടികളെക്കുറിച്ചുള്ള മനോഭാവത്തെക്കുറിച്ചും സൃഷ്ടികളോടുള്ള മനോഭാവത്തെക്കുറിച്ചും ഭക്ഷ്യസാധനങ്ങൾ ഉപയോഗത്തെക്കുറിച്ചുമൊക്കെ പാപ്പ വളരെ കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഒരുപക്ഷെ ലോകം അടുത്ത കാലത്ത് എങ്ങും ചർച്ച ചെയ്യപ്പെടാത്ത രീതിയിലുള്ള ഒരു വലിയ സ്വാധീനം, ഇത്രമാത്രം വിപുലമായ രീതിയിൽ മറ്റൊരു ചാക്രിക ലേഖനം ഒരുപക്ഷെ ചർച്ച ചെയ്യപ്പെട്ട് കാണില്ല. സഭയ്ക്കുള്ളിലും സഭയ്ക്ക് പുറത്തും അത്രമാത്രം സ്വാധീനം വരുത്തിയ ഒരു ഗ്രന്ഥമായിരുന്നത് എന്ന് നമുക്ക് ഓർക്കുമ്പോൾ അതിനകത്തുള്ള അത് പ്രധാനപ്പെട്ട ചിന്തയും ഈ പ്രകൃതിയോട്, ഈ ലോകത്തോട്, ഈ പ്രപഞ്ചത്തോട് മനുഷ്യൻ കാണിക്കേണ്ട ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും തലം തന്നെയാണ്. ലൗകിക സമ്പത്തിനോട് സുഖത്തോടുമുള്ള മനുഷ്യൻ്റെ അമിതമായ ഈ ആഗ്രഹത്തെയാണ് ഈ ചാക്രിക ലേഖനത്തിൽ പാപ്പ രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തും ലോകത്തിൻ്റെ വിവിധയിടങ്ങളിലും അതിലെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും മനുഷ്യൻ ഗൗരവമായിട്ട് എടുക്കുന്നുണ്ട് എന്നും കൂടെ നമ്മൾ ഓർക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ പ്രിയപ്പെട്ട മദർ തെരേസ താമസിച്ചിരുന്ന മുറിയെക്കുറിച്ച് ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. ഒരു ചെറിയ മുറി, വീതി കുറഞ്ഞ കട്ടിൽ, ചെറിയ ഒരു ഡെസ്ക്, ഒരു ബെഞ്ച്, ഇത്ര മാത്രമേ ആ മുറിയിലുണ്ടായിരുന്നുള്ളൂ. മദർ അവസാന കാലത്ത് എഴുതാൻ ഉപയോഗിച്ച പേന ഏതാണ്ട് 35 വർഷത്തോളം അമ്മ എഴുതാൻ ഉപയോഗിച്ച അതേ പേന തന്നെയാണ്. മഷി നിറച്ച് വീണ്ടും വീണ്ടും എഴുതിക്കൊണ്ടിരിക്കുക. പ്രിയമുള്ളവർ, എത്രയോ കത്തുകൾ എഴുതിയിട്ടുണ്ട്. ആ എഴുത്തുകൾ ഇന്ന് എത്രയോ പേരെ ആകർഷിച്ചിട്ടുണ്ട്, എത്രയോ പേർക്ക് അത് പ്രചോദനമായിട്ടുണ്ട്, എത്രയോ പേരെ മാനസാന്തരത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. ഞാനും നിങ്ങളും എന്തോരം എഴുതി കൂട്ടിയിട്ടുണ്ട്. എത്ര പേനകൾ നമ്മൾ ഈ ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ മണ്ണിനെ വൃത്തികേടാക്കി എന്നല്ലാതെ അതുകൊണ്ട് കാര്യമായ നന്മ എന്തെങ്കിലും നമ്മൾ വരുത്തിയോന്ന് ആത്മശോധന ചെയ്യുന്നത് നല്ലതാണ്. അപ്പം അതുകൊണ്ട് ജീവിതത്തിലെ നന്മയെന്ന് പറയുന്നത് ഏറ്റവും ലളിതമായി ജീവിക്കുക എന്നുള്ളതാണ്. ഈ ധനികനായ ബോഷനെ പോലെ എല്ലാം വെട്ടിപ്പിടിച്ചും എല്ലാം സമ്പാദിച്ചും അവസാനം സുഖിക്കാമെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ കർത്താവ് ആ ബോഷനോട് ചോദിച്ചതുപോലെ, ഇന്ന് നിൻ്റെ ആത്മാവിനെ ഞാൻ കൈമാറിയാൽ, ഞാൻ എടുത്താൽ ഇത് ആർക്ക് വേണ്ടിയായിരിക്കും? സങ്കീർത്തനത്തിൽ 49-ാം സങ്കീർത്തനത്തിൽ 10 മുതലുള്ള തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മണ്ടനും മന്ദബുദ്ധിയും ഒന്നുപോലെ നശിക്കുമെന്നും തങ്ങളുടെ സമ്പത്ത് അന്യർക്കായി ഉപേക്ഷിച്ചു പോകുമെന്നും അവർ കാണും. ദേശങ്ങൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടെങ്കിലും കുടീരങ്ങളായിരിക്കും അവരുടെ നിത്യവസതി, തലമുറകളോളം അവരുടെ വാസസ്ഥാനം. മനുഷ്യൻ തൻ്റെ പ്രതാപത്തിൽ നിലനിൽക്കുകയില്ല, മൃഗങ്ങളെപ്പോലെ അവന് നശിച്ചു പോകും. വിവേകമറ്റ ആത്മവിശ്വാസം പുലർത്തുന്നവരുടെ വിധിയും തങ്ങളുടെ സമ്പത്തിൽ ആനന്ദിക്കുന്നവരുടെ അവസാനവും ഇതുതന്നെയാണ്. ഇപ്പോൾ എല്ലാവരുടെ ജീവിതത്തിൽ അന്ത്യമുണ്ടെങ്കിലും ആ അന്ത്യത്തിൽ ഒരു ദൈവികത അനുഭവിക്കണമെങ്കിൽ അവ ദൈവാശ്രയബോധത്തോടെ ജീവിക്കുന്ന മനുഷ്യനായിരിക്കണം. അല്ലെങ്കിൽ ഈ ഭോഷണം സംഭവിച്ച പോലെ ഒന്നും അനുഭവിക്കാൻ പറ്റാതെ, ഒന്നും ആസ്വദിക്കാൻ പറ്റാതെ പാഴായി പോകുന്ന ഒരു ജീവിതമായി അത് പരിണമിക്കുകയാണ്. ഒരുപക്ഷെ എൻ്റെ നിങ്ങളുടെ ജീവിതത്തെ മുന്നിൽ കണ്ടു തന്നെയായിരിക്കാം കർത്താവ് ഇത് ഉദ്ദേശിക്കുന്നതും. നമുക്കറിയാം, ഇന്ന് വീടെന്ന് പറഞ്ഞാൽ വസിക്കാനുള്ള ഒരു സ്ഥലമല്ല. വാഹനമെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുള്ള യന്ത്ര സംവിധാനമല്ല. ഇന്ന് മനുഷ്യൻ്റെ
അവൻ്റെ വ്യക്തിത്വത്തെയും അവൻ്റെ സമൂഹത്തിലുള്ള സ്വാധീനത്തെയും പ്രകടിപ്പിക്കുന്ന ഒന്നായിട്ട് വാഹനങ്ങളും നമ്മുടെ താമസസൗകര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അത് ഏറ്റവും മോടി പിടിപ്പിക്കുന്ന കോടികൾ മുടക്കിയൊക്കെ വീട് പണിയുന്നവരും കോടികൾ മുടക്കി വാഹനം ഉപയോഗിക്കുന്നവരൊക്കെ ജീവിതത്തിൽ എന്തർത്ഥം കണ്ടെത്തിയവർ, ജീവിതത്തിൽ എന്ത് സന്തോഷം കണ്ടെത്തിയവരാണെന്ന് ചോദിച്ചാൽ സംശയമുണ്ട്. അപ്പം അതുകൊണ്ട് ഇതൊക്കെ മനുഷ്യൻ്റെ ഒരു സ്റ്റേറ്റസ്, സമൂഹത്തിൽ എൻ്റെ നിലയും വിലയും അളക്കുന്ന ഒന്നായി മാറി എന്നല്ലാതെ അതിനകത്ത് മനുഷ്യൻ്റെ ആത്മസന്തോഷം ഒന്നും കുടികൊള്ളുന്നില്ല. ഒരു പ്രൈവറ്റ് ഫൈനാൻസ് നടത്തുന്ന ഒരു വ്യക്തി അത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പം തുടങ്ങി ഏതാനും മാസം കഴിയുമ്പോൾ ഒരു BMW കാർ മേടിച്ചു. നമുക്കറിയാം ഇന്നിപ്പം നമ്മുടെ മാർക്കറ്റിൽ ഒരുവിധം വിലയുള്ള ആര് കണ്ടാൽ നോക്കുന്ന ഒരു സ്റ്റാൻഡേർഡുള്ള കാറാണ്. അപ്പോൾ ഇത് മേടിച്ചു പാടാൻ ഞാൻ ചോദിച്ചു, ഈ പരിപാടി തുടങ്ങിയല്ലേ ഉള്ളൂ, ഇത്രയും ലാഭം കിട്ടി തുടങ്ങിയോ? ഞാൻ പറഞ്ഞു ലാഭം ഉണ്ടായിട്ടല്ല, എറണാകുളത്തേക്ക് മീറ്റിങ്ങിന് പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മളെ ശ്രദ്ധിക്കണമെങ്കിൽ ഇങ്ങനൊരു കാറൊക്കെ വേണം. ഇപ്പോൾ സമൂഹത്തിൽ നമ്മുടെ നില കൂട്ടും വില കൂട്ടുമെന്ന ധാരണയാണ്. ഒരു കാറിലും വസ്ത്രത്തിലും ഒക്കെയാണ് നമ്മുടെ നിലയും വിലയും നിൽക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് വിളിക്കാവുന്ന സുവിശേഷത്തിൻ്റെ വാക്ക് ഭോഷ എന്ന് തന്നെയാണ്. അതൊരു പക്ഷേ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷിച്ചില്ലെങ്കിൽ സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പം ഇങ്ങനെ ഓരോ വസ്തുവിൻ്റെയും അടിസ്ഥാനത്തിലാണ് മനുഷ്യൻ്റെ വില നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. അവൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെയും അവന് ഉപയോഗിക്കുന്ന വസ്തുവകളുടെയൊക്കെ വിലയും നിലയും നോക്കി മനുഷ്യൻ്റെ വില നിർണ്ണയിക്കുന്ന അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ധനത്തിൻ്റെ പൂർണ്ണ വിധേയത്വം, ധനമാണ് എന്നെ ഭരിക്കുന്നത്, ഈ സമ്പത്താണ് എൻ്റെ നിയന്ത്രണം, സമ്പത്ത് എൻ്റെ ദൈവം. അതുകൊണ്ട് ഈശോ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ദൈവത്തെയും മാമോനെയും ഒന്നിച്ച് സ്നേഹിക്കാൻ പറ്റുകയില്ല. നമ്മൾ എന്തെല്ലാം ന്യായീകരണം പറഞ്ഞാലും, നമ്മൾ ഏതെല്ലാം രീതിയിൽ വളച്ചൊടിച്ചാലും, ഏതെല്ലാം രീതിയിൽ സുവിശേഷ വാക്യങ്ങൾ ദുർവാഖ്യാനം ചെയ്താലും കർത്താവിൻ്റെ വാക്കുകൾ അത് കൃത്യമാണ്. അതുകൊണ്ട് മുമ്പ് പറഞ്ഞത്, ബൈബിളിൻ്റെ മുമ്പിൽ ഒത്തിരി സമ്പത്ത് കൂട്ടുന്നത് തിന്മയാണെന്ന് തന്നെയാണ് കണക്കാക്കിയിരിക്കുന്നത്. അതിൽ യാതൊരു മാറ്റവും കർത്താവ് പറയുന്നുമില്ല. പക്ഷേ ഭോഷത്വം നമ്മൾ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കസാന്തസാക്കിസിൻ്റെ പ്രസിദ്ധമായ ദൈവത്തെ നിസ്വൻ എന്ന പുസ്തകത്തിൽ നിങ്ങൾക്കറിയാം, വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ വെച്ചുകൊണ്ടുള്ള ഒരു ഫിക്ഷനാണത്. അതിൽ വിശുദ്ധ ഫ്രാൻസിസ് തന്നെ പറയുന്ന ഒരു കാര്യമാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഒരിക്കൽ ഒരു ദൈവാന്വേഷി ഉണ്ടായിരുന്നു. വർഷങ്ങളായി അയാൾ ദൈവത്തെ കാണാൻ കഴിയാതെ ഉഴലുകയാണ്. ഏതോ ഒരു പ്രതിബന്ധം എപ്പോഴും അയാളെ ചൂഴ്ന്നു. ആ നിർഭാഗ്യവാൻ വിതുമ്പി നിലവിളിച്ചു, എല്ലാം വെറുതെ. ദൈവദർശനത്തിൽ നിന്ന് തന്നെ തടയുന്നത് എന്തെന്ന് അയാൾക്ക് മനസ്സിലായില്ല. ഒരു പ്രഭാതത്തിൽ അതിസന്തോഷത്തോടെ അയാൾ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. അയാളത് കണ്ടെത്തിയിരിക്കുന്നു. ഭംഗിയായി അലങ്കാരപ്പണികൾ ചെയ്ത ചെറിയ ഒരു കുടം, അയാൾ കൈവശം വെച്ച് സൂക്ഷിച്ചിരുന്ന ഏക ധനം. അത്രമേൽ സ്നേഹം അതിനോട് അയാൾക്ക് ഉണ്ടായിരുന്നു. അയാൾ അതെടുത്ത് 1000 കഷണങ്ങളായി ഉടച്ചു കളഞ്ഞു. പിന്നെ കണ്ണുകൾ ഉയർത്തി ആദ്യമായി ദൈവത്തെ കണ്ടു. ചിന്തിക്കാൻ പോലും പറ്റില്ല നമുക്ക്. ജീവിതത്തിൽ ഏക സമ്പാദ്യമെന്ന് പറയുന്നത് ഒരു ചെറിയ കുടമാണ് പോലും. ആ കുടത്തെ അയാൾ ഒത്തിരി സ്നേഹിച്ചു പോലും. പക്ഷേ അതായിരുന്നു അയാളുടെ ജീവിതത്തിലെ ഏക പ്രതിബന്ധം, ദൈവത്തെ കാണുക. എങ്കിൽ എത്ര കുടങ്ങൾ നമ്മൾ ഉടച്ചു കളയണം? എന്തെല്ലാം പ്രതിബന്ധങ്ങൾ എൻ്റെയും നിങ്ങളുടെ മുമ്പിലുണ്ട്? ദൈവത്തെ അനുഭവിക്കുവാൻ, സത്യദൈവത്തെ അന്വേഷിക്കുവാൻ, അറിയുവാൻ, അനുഭവിക്കുവാൻ. ആരെങ്കിലും പറയുന്ന ദൈവത്തെയല്ല, സുവിശേഷം വെളിവാക്കുന്ന, സുവിശേഷം വരച്ച് കാട്ടുന്ന ദൈവത്തെ അനുഭവിക്കുവാൻ ഇനിയും നമ്മൾ ഒത്തിരി ദൂരം നടക്കണം. ഇതുള്ള ഒത്തിരി കുടങ്ങൾ നമ്മൾ പൊട്ടിച്ചു കളയണം. എങ്കിലേ നമുക്ക് ദൈവാനുഭവം ഉണ്ടാകുകയുള്ളൂ. ഭോഷൻ എന്ന വാക്കാണ് സുവിശേഷം ഉപയോഗിക്കുന്നത്. ഈ വാക്ക് ഇതിനു മുമ്പ് ഉപയോഗിച്ച് നമുക്കറിയാം. 14-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിലും 53-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിലും അവിടെ ഇങ്ങനെയാണ്, ദൈവം ഇല്ല എന്ന് ഭോഷൻ ഉള്ളിൽ പറയുന്നു. അപ്പം ഇവിടെ അതേ വാക്ക് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഹെബ്രായ വാക്കാണെങ്കിൽ അഫ്രോൺ. അഫ്രോൺ എന്ന വാക്കിൻ്റെ അർത്ഥം മൃഗതുല്യൻ, വീണ്ടും വിചാരമില്ലാത്തവൻ, അല്ലെങ്കിൽ മണ്ടത്തരം കാണിക്കുന്നവൻ. വീണ്ടും വിചാരമില്ലാത്തവനാണ്, മൃഗതുല്യനാണ്. അത് നമുക്ക് അതുകൊണ്ടാണ് പണത്തിന് വേണ്ടി, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുകയും സമൂഹത്തിൽ ഒത്തിരി തിന്മകൾ വരുത്തി വെക്കുകയും ചെയ്യുന്നത്. ഒരുപക്ഷെ നമ്മൾ അത്രയും പോയിട്ടില്ലെങ്കിലും എവിടെയൊക്കെയോ എന്തൊക്കെയോ നമ്മുടെ ആത്മീയ യാത്രയിൽ
നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്നുണ്ട്. സുവിശേഷം കൃത്യമായി പറയുകയാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് ഈ ഭോഷൻ്റെ ഉപമയിൽ ഈശോ പറയുകയാണ്, ധനമോഹമാണ് നമ്മുടെ ജീവിതത്തിലെ ദൈവാനുഭവത്തിന് ഏറ്റവും തടസ്സമായി നിൽക്കുന്നത്. അത് ആ കുടവും കൂടെ ഉടച്ചു കളയുന്ന വ്യക്തിക്ക് മാത്രമേ ശരിക്കും ആത്മീയതയോടെ ആ സ്വാതന്ത്ര്യത്തിലേക്കും ആത്മീയതയോടെ സന്തോഷത്തിലേക്കും പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൻ്റെ 2113 നമ്പറിൽ വിഗ്രഹാരാധനയെക്കുറിച്ച് പറയുമ്പോൾ ഒത്തിരി കാര്യം പറയുന്നുണ്ട്. ദേവന്മാരെ, ദേവികളെ, വംശങ്ങളെ, ശക്തികളെ, അധികാരത്തെ, വസ്തുക്കളെ, സമ്പത്തിനെ ആരാധിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യുന്നത് വിഗ്രഹാരാധനയാണ്. അപ്പോൾ സമ്പത്തും ഇതിൻ്റെ ഈ റേഞ്ചിൽ വരുന്നതാണ്. സമ്പത്തിനെ ബഹുമാനിക്കുന്നതോ സമ്പത്തിനെ ആരാധിക്കുന്നതോ വിഗ്രഹാരാധനയാണ്. ഇവിടെ പാപമെന്ന് പറയുന്നത് ദൈവത്തെ മാറ്റിവെച്ചു എന്നുള്ളതാണ്. ദൈവത്തിന് പകരം സമ്പത്ത്, അതിൻ്റെ സമ്പത്തിൻ്റെ വിവിധ രൂപങ്ങളായിരിക്കാം. അത് വെച്ചുകൊണ്ട് സത്യദൈവത്തെ ആരാധിക്കുവാൻ, സത്യദൈവത്തെ അന്വേഷിക്കുവാൻ, സത്യദൈവത്തെ അറിയുവാൻ, സത്യദൈവത്തെ അനുഭവിക്കുവാൻ അസാധ്യമാണ്. പിന്നെ നമ്മളിത് കാണിക്കുന്ന ചെപ്പടി വിദ്യകളാണ്. ഒരു വശത്ത് ദൈവാരാധനയുണ്ടെന്ന് അവകാശപ്പെടുകയും ദൈവാനുഭവമുള്ള വ്യക്തിയാണെന്ന് വാദിക്കുകയും, മറുവശത്ത് ലൗകിക സുഖത്തിന് വേണ്ടി, സമ്പത്തിന് വേണ്ടി എല്ലാ അനീതിപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തി സത്യദൈവത്തെ കണ്ടുമുട്ടിയിട്ടില്ല. ആരോ പറഞ്ഞ ദൈവത്തെ കണ്ടുമുട്ടിയിട്ടുണ്ട്, ആരോ പ്രസംഗിച്ച ദൈവത്തെ കണ്ടുമുട്ടിയിട്ടുണ്ട്. സുവിശേഷത്തിൽ ഈശോ വരച്ചു തന്ന, ഈശോ കാണിച്ചു തന്ന, ഈശോ വെളിവാക്കിയ ആ ദൈവത്തെ അനുഭവിക്കാൻ മനുഷ്യൻ അങ്ങനെയുള്ളവർക്ക് ഇനിയും സാധിച്ചിട്ടില്ല എന്ന് വേണം കരുതുവാൻ. ഇത് എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ അപകടമാണ്. ഈ സത്യദൈവത്തെ മറച്ചുകൊണ്ട് പണ്ട് ശാലോം ടി വി തന്നെ നമ്മുടെ പ്രിയപ്പെട്ട പാമ്പളാനേച്ചൻ പറഞ്ഞ ഒരു വാക്ക്, ഒരു കാര്യം എൻ്റെ മനസ്സിൽ വരിക. അത് വിഗ്രഹാനെക്കുറിച്ച് പറഞ്ഞപ്പം അദ്ദേഹം പറയുകയാണ്, ദൈവഗ്രഹണം, സൂര്യഗ്രഹണം പോലെ, ചന്ദ്രഗ്രഹണം പോലെ ദൈവഗ്രഹണം. മനുഷ്യനിൽ നിന്നും, മനുഷ്യനെ ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നും മാറ്റുന്ന എന്തോ ഒന്ന് തടസ്സമായി നിൽക്കുന്നു. അത് മറ്റൊന്നുമല്ല, അദ്ദേഹം പറഞ്ഞു, അത് സമ്പത്താണ്. അതന്നെ ഈശോ പറയുന്നത്. ഈശോ കൂടെ പറയൂ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാനും നിങ്ങളും സത്യദൈവത്തെ ആരാധിക്കുന്നവരായി മാറണമെങ്കിൽ, സത്യദൈവത്തെ അറിയുന്നവരായി മാറണമെങ്കിൽ, എൻ്റെ ആത്മരക്ഷയെക്കുറിച്ച് എനിക്ക് യഥാർത്ഥത്തിൽ താല്പര്യമുള്ള വ്യക്തി ആയിരിക്കണമെങ്കിൽ ലൗകിക സുഖത്തെ, ധനമോഹത്തെ, സമ്പത്തിനോടുള്ള ഈ പരവേശത്തെ നമ്മൾ വേണ്ടെന്ന് വെക്കണം. ഇത് സുവിശേഷ ദർശനമാണ്. ഇത് ഇന്ന് ലോകത്തിന് അനിവാര്യമായ ദർശനമാണ്. അത് എവിടെയൊക്കെയോ കൈവിട്ടു പോയപ്പോഴാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയിലൂടെ പരിശുദ്ധാത്മാവ് സഭയെയും ലോകത്തെയും ഉദ്ബോധിപ്പിക്കുന്നത്, പ്രബുദ്ധരാക്കുന്നത്. ഈ ഭോഷൻ്റെ ഈ ധനികൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പോലെ നമ്മുടെ അവസാന നാളുകളിൽ ഭോഷ എന്ന് വിളിക്കപ്പെടുവാൻ ഇടവരാതിരിക്കട്ടെ. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളും, അതിനുവേണ്ടിയുള്ള ചില അധ്വാനങ്ങളും, അതിനുവേണ്ട ചില ഉപേക്ഷകളും, അതിനുവേണ്ട ചില വേണ്ടെന്ന് വെക്കലും നമ്മുടെ അനുദിന ജീവിതത്തിൽ അനിവാര്യമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം. ദൈവത്തിൻ്റെ സ്ഥാനത്ത് ദൈവം തന്നെ. ദൈവത്തിന് പകരമായിട്ട് ഒന്നുമില്ല, ആരുമില്ല എന്ന ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകട്ടെ. എനിക്കുള്ളത്, എൻ്റേത്, എനിക്ക് വേണ്ടി, ഇതാണ് മനുഷ്യൻ്റെ സ്വാർത്ഥത എന്ന് പറയുന്നത്. ആ സ്വാർത്ഥതയാണ് എല്ലാ പാപത്തിൻ്റെയും അടിസ്ഥാനം എന്നും കൂടെ നമുക്ക് ഓർക്കാം. നമ്മൾ വിഡ്ഢികളുടെ ലോകത്തല്ല എന്ന് നമുക്ക് സാക്ഷ്യപ്പെടുത്താം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ലോകത്തിൻ്റെ മായ മോഹങ്ങളിൽപ്പെട്ട്, ലോകത്തിൻ്റെ സുഖചിന്തയിൽപ്പെട്ട്, ലോകത്തിൻ്റെ സാമ്പത്തികമായ ആ വലിയ ആകർഷണ വലയത്തിൽപ്പെട്ട് ജീവിതം നശിച്ചു പോകാതിരിക്കുവാൻ, ആത്മാവ് നശിച്ചു പോകാതിരിക്കുവാൻ ഈശോ പറഞ്ഞ കാര്യം, ഈ ലോകം മുഴുവൻ നേടിയിട്ടും ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ അത് ആർക്ക് ഗുണം, എന്തു ഫലം? ഇതെപ്പോഴും, ഈ ചോദ്യം എപ്പോഴും, കർത്താവിൻ്റെ വചനം എപ്പോഴും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.